ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാൽ. ഖണ്ഡാശൂലഹലാനി ശംഖമുസലേ ചക്രം ധനുസ്സായകം ഹസ്താബ്ജൈർശീതാംശുതുല്യഃ പ്രഭാം ഗൗരീദേഹസമുദ്ഭവാം ത്രിജഗദാം ആധാരഭൂതാം മഹാപൂർവാമത്ര സരസ്വതീമനുഭജേ ശുംഭാദിദൈത്യാർദിനിം. മാതർമേ മധുകൈടഭാഗ്നിമഹിഷഃ പ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്ത്യംബികേ സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരൽത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. ധ്യായേത് പരാം അംബികാം. ശ്രീ മഹാദേവി നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ സ്വാഗതം. അധരങ്ങളുടെ മനോഹാരിതയെ കുറിച്ച് വർണ്ണിക്കുകയാണ് വാഗ്ദേവതമാര് ഈ ശ്ലോകത്തിലൂടെ, ഈ നാമത്തിലൂടെ ചെയ്യുന്നത്. ഇതാണ് ഭഗവതിയുടെ, ലളിതാ ത്രിപുര സുന്ദരിയുടെ ഔപമ്യരഹിതമായ മനോഹാരിതയെ വർണ്ണിക്കുന്ന, ആ ചുണ്ടുകളെ കുറിച്ച് വർണ്ണിക്കുന്ന നാമം, അധരങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന നാമം. നാം എങ്ങനെയാണ്? നവ വിദ്രുമ ബിംബ ശ്രീന്യക്കാരി രതനച്ഛദ. എങ്ങനെയാണ്? നവ വിദ്രുമ ബിംബ ശ്രീന്യക്കാരി രതനച്ഛദ. ദശനച്ഛദങ്ങളാണ്. നവവിദ്രുമം, വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം എന്നുള്ള അർത്ഥമാണ്. പവിഴക്കൊടി എന്നൊക്കെ കിട്ടില്ലേ? നവവിദ്രുമം, പുതുതായിട്ടുള്ള പവിഴത്തിന്റെ. ബിംബഫലം എന്ന് പറഞ്ഞാല് തൊണ്ടിപ്പഴം എന്നുള്ള അർത്ഥം, ചുവന്ന കളറിലുള്ള. അപ്പോ നവവിദ്രുമ ബിംബശ്രീന്യക്ക, ഇതിനെ രണ്ടിനെയും ഞെക്കരിക്കുന്ന, അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന, അല്ലെങ്കിൽ കീഴിലാക്കുന്ന എന്താണ്? ദശനച്ഛദങ്ങളോട് കൂടിയവൾ എന്നാണ്. ദശനച്ഛദം എന്ന് പറഞ്ഞാല് കീഴ്ചുണ്ടും മേൽചുണ്ടും. നവവിദ്രുമ ബിംബശ്രീന്യക്കാരി ദശനച്ഛദ എന്ന് പറയുക പുതിയ പവിഴത്തിന്റെ. നവവിദ്രുമം എന്ന് പറഞ്ഞാൽ, വിദ്രുമം എന്ന പവിഴം ആണ്. പുതിയ പവിഴം, പുതിയ പവിഴത്തിന്റെയും അതുപോലെ ബിംബശ്രീ, ബിംബം എന്ന് പറഞ്ഞാൽ ബിംബഫലം നമുക്ക് പറയുന്നത് തുണ്ടിപ്പഴമാണ്. തുണ്ടിപ്പഴം വളരെ ചുവപ്പ് നിറത്തിലുള്ളതാണ്. അപ്പൊ അതിനെ ഞെക്കരിക്കുന്ന, ഇതിനെ രണ്ടിനെയും ഞെക്കരിക്കുന്ന ഞെക്കാരി ദശനച്ഛദ എന്നാണ്. ഈ മേൽചുണ്ടും കീഴ്ചുണ്ടും പല്ലുകളെ മൂടുന്നത് എന്നാണ് ദശനച്ഛദങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം. പല്ലുകളെ എന്താണ് മൂടുക?
പല്ലുകളെ എന്തുകൊണ്ടാണ് മൂടുക? അധരങ്ങളെ കൊണ്ടല്ല. ഛദങ്ങൾ എന്ന് പറഞ്ഞാൽ പല്ലുകളെ മൂടുന്നത് എന്ന്. പല്ലുകളെ മൂടുന്നത് എന്താണ്? അത് അധരങ്ങളാണ് അല്ലെ? അതാണ് അങ്ങനെ വാഗ്ദേവതമാര് എഴുതാനുള്ള കാരണം. അപ്പോ പുതിയ പവിഴത്തിന്റെയും നവവിദ്രുമം, പുതിയ പവിഴത്തിന്റെയും അതുപോലെ തന്നെ തൊണ്ടിപ്പഴത്തിന്റെയും ബിംബഫലം, ബിംബശ്രീ എന്ന് പറഞ്ഞാൽ ബിംബഫലം എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴം, അതിന്റെ കാന്തിയെയും ഒക്കെ ഞെക്കരിക്കുന്ന, തോൽപ്പിക്കുന്ന, അതല്ലെങ്കിൽ കീഴിലാക്കുന്ന, നാണിപ്പിക്കുന്ന എന്നൊക്കെ അർത്ഥം. എന്താണ്? ദശനക്ഷതങ്ങളോട് കൂടിയവൾ, പല്ലുകളെ മറയ്ക്കുന്നത് എന്നുള്ള അർത്ഥം. ഇപ്പോ കീഴ്ചുണ്ട്, മേൽചുണ്ട്. അപ്പൊ പവിഴത്തിന്റെ നിറവും ആകൃതി കൊണ്ട് തൊണ്ടിപ്പഴത്തോടും, ശ്രദ്ധിക്കുക, പവിഴത്തിന്റെ നിറവും നവവിദ്രുമം, പവിഴത്തിന്റെ നിറം, അതേപോലെ ആകൃതി കൊണ്ട് തൊണ്ടിപ്പഴത്തോടും, തൊണ്ടിപ്പഴം എന്ന് പറഞ്ഞാൽ ബിംബഫലം എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴം, അതിന് ചുവപ്പ് കളറാണ്. അപ്പോ അതിനോട് താരതമ്യം ചെയ്തിരിക്കുന്നു വാഗ്ദേവതമാര് ലളിത ത്രിപുര സുന്ദരിയുടെ അധരങ്ങളെ. മനസ്സിലാവുന്നുള്ളൂ? നാമം ഒന്നിങ്ങനെയാണ്: നവവിദ്രുമ ബിംബശ്രീന്യക്കാരീദശനച്ഛദ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആചാര്യസ്വാമികളെ സൗന്ദര്യ ലഹരിയിൽ 62-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദേവിയുടെ അധരത്തിന്റെ ചുവപ്പ് വർണ്ണത്തെ, ദേവിയുടെ അധരത്തിന് ചുവപ്പ് നിറമാണല്ലോ, ആ വർണ്ണത്തെ അതിമനോഹരമായിട്ടാണ് സൗന്ദര്യ ലഹരിയിൽ വർണ്ണിക്കുന്നത് 62-ാമത്തെ ശ്ലോകത്തിൽ. പവിഴക്കൊടി, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പവിഴച്ചെടിയില് ഒരു ഫലം ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും ഉണ്ടാവാത്തതാണ്. പവിഴച്ചെടിയിൽ ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ പവിഴക്കൊടിയിൽ ഒരു ഫലം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഭഗവതിയുടെ ചുണ്ടുകളുടെ നിറത്തോട് സാദൃശ്യമുണ്ടാവാം എന്നാണ്. അപ്പൊ അത് നടക്കാത്ത കാര്യമാണെന്ന് അർത്ഥം. പവിഴക്കൊടി കായ്ക്കില്ല എന്നാണ് പറയുന്നത്. ബിംബഫലത്തേക്കാൾ, തൊണ്ടിപ്പഴത്തേക്കാൾ അതിമനോഹരമായ ചുവപ്പ് നിറത്തോടു കൂടിയതാണ് ദേവിയുടെ അധരത്തിന്റെ ചുവപ്പ് നിറം എന്ന് ആചാര്യസ്വാമികളെ സമർത്ഥിക്കുകയാണ്. പിന്നെ ഒന്നും കൂടെ പറയുന്നുണ്ട്: ബിംബഫലത്തിന്, ഞാൻ പറഞ്ഞില്ലേ ഭഗവതിയുടെ ഏത് കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കുമെന്ന് ആചാര്യസ്വാമികള് ഒന്ന് അതിമനോഹരമായിട്ട് ഒന്നുകൂടി കേമായിട്ട് വർണ്ണിക്കാറുണ്ട്. അപ്പൊ ഇവിടെ വാഗ്ദേവതമാരെന്താ പറഞ്ഞത്? ബിംബഫലം, തൊണ്ടിപ്പഴത്തിനോടൊക്കെ ഉപമിച്ചത് അതിനെ ഒക്കെയാണ്, അതിനൊക്കെ തോൽപ്പിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ആചാര്യസ്വാമികൾ പറയാണ് ബിംബഫലത്തിന്, തൊണ്ടിപ്പഴത്തിന്, ബിംബഫലം എന്ന് പറഞ്ഞാല് തൊണ്ടിപ്പഴം എന്നർത്ഥം, ബിംബഫലത്തിന് അതിന്റെ പേര് പോലെ തന്നെ ദേവിയുടെ അധരത്തിന്റെ പ്രതിബിംബമാകുവാനേ സാധിക്കൂ എന്നാണ് പറയുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ ആവാനേ സാധിക്കുള്ളൂ, ഒറിജിനൽ ആവാൻ പറ്റില്ല എന്നാ പറയണത്. എന്താ പറഞ്ഞത്? ബിംബഫലത്തിന്, തൊണ്ടിപ്പഴത്തിന് അതിന്റെ പേര്, ബിംബഫലം എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴം എന്നുള്ള അർത്ഥം, അതിന്റെ പേര് പോലെ തന്നെ ദേവിയുടെ അധരത്തിന്റെ പ്രതിബിംബമാകുവാനേ സാധിക്കുകയുള്ളൂ എന്നാണ് ആചാര്യസ്വാമികൾ ആ ശ്ലോകത്തിലൂടെ പറയുന്നത്. മനസ്സിലായോ? അധര ഭംഗിയുടെ അഭൗമമായ അല്ലെങ്കിൽ ഔപമ്യരഹിതമായ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള അഴകിനെ കുറിച്ചാണ് ഇവിടെ വാഗ്ദേവതമാര് ഈ നാമത്തിലൂടെ പറയുന്നത്. നവ വിദ്രുമ ബിംബശ്രീ ന്യക്കാരീദശനച്ഛദ.